నమస్కారం అందరికీ జై శ్రీరామ్. సో ఇప్పుడు నేను చూడబోయేది వచ్చేసి వాజా టు ద బయోపిక్ ఆఫ్ బిలియన్ రోస్. సో వరకు అయితే మనం చూసి వచ్చేసి ఒక ఎమోషనల్ ఒక మంచి కామెడీ ఒక మంచి బిల్ట్ అయిందనమాట మొత్తం అందులో. సో ఆ ముస్లిం రిచువల్ అదంతా చాలా న్యాచురల్గా అనిపించింది, వాళ్ళ యాక్టింగ్ అదంతా. సో ఇప్పుడు వచ్చేసి ఆ ఫ్రెండ్షిప్ బాండింగ్ కూడా సూపర్గా ఉంది. సో ఇప్పుడు వచ్చేసి ఆఫ్టర్ దట్ అనమాట, ఆఫ్టర్ దట్ సీన్ నేను ఇప్పుడు రియాక్ట్ అయిపోతున్నా. సో സ്റ്റാർട്ട്. പിള്ളേരെയൊക്കെ ഒരുമിച്ച് പഠിപ്പിക്കാണ് സർവകൃഷ്ണൻ. ഫിക്സഡ് മാറ്റിയാൽ തന്നെ ഒരുവിധം എല്ലാം ശരിയാവും. ഓരോരോ നിയമങ്ങൾ നമ്മളൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ കണ്ടില്ലേ? എന്ത് ചെയ്യാനാ സാറേ, ചോദിക്കാൻ പോയാൽ നമ്മുടെ സഹചാരക്കാരാണ്. ഇതിനൊക്കെ ഒട്ടുക്കത്തെ ഫ്രീഡം. അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. എന്താ സാറേ? എന്താണ് പരിപാടി? ബുക്ക് മേടിക്കാനായിട്ട്. ബുക്ക് ബുക്ക് മേടിക്കാനായിട്ട്. ബുക്ക് സത്യം പറയാം. എന്താ പരിപാടി? ഇല്ല സാറേ, അങ്ങനൊന്നുമില്ല. ഫോൺ എന്താടി നിന്റെ കയ്യില്? എന്താ കയ്യിലെന്ന്? നമ്മുടെയൊക്കെ പുറകിൽ നടക്കുന്നറിയാമോ? കുറെ ക്ലാസ് സിനിമയ്ക്ക് പോയിക്കാം. ഇതൊന്ന് കേട്ടെ, കേട്ടല്ലോ കേട്ടല്ലോ. ഇത് ഇപ്പൊ തന്നെ അറിയണോ? നീ എന്തെങ്കിലും സംഭവിച്ച പിന്നെ നമ്മൾ സംസാരിക്കാൻ മേഡം ഒന്നും ആലോചിക്കില്ല. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ വിളിച്ചോളൂ. thinking like in a criminal mind. ശരി, നിങ്ങളുടെ വീട്ടിൽ പറയാതിരിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, ക്ലാസ് റൂമിൽ ആരൊപ്പം മൊബൈൽ കൊണ്ടുവരുന്നതെന്നും ആരൊക്കെയാണ് ക്ലാസ് റൂമിൽ പ്രേമിക്കാൻ വരുന്നതെന്നും ഞങ്ങൾക്കറിയണം. അങ്ങനെയാണ് തൽക്കാലം നിങ്ങളെ രണ്ടുപേര് വെറുതെ വിടാം. They'll go for suicide. It's going actually. Two lovers. She's also having ആരെ?
അല്ലേ നിന്റെ അനിയത്തിൻ്റെടാ ക്ലാസ്സിൽ കാണാം സാറേ. ക്ലാസ്സിൽ കാണാം. ഉറപ്പാണോ? ഉറപ്പാ. അയ്യോ മൊത്തം കുഴപ്പമാണല്ലോടാ. seriously they went to the theater to do this. They call the parents. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണം സാർ. ഇനി അവരാവർത്തിക്കില്ല. ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല. ഞാൻ ശ്രമിച്ചോളാം. എന്ത് ശ്രദ്ധിക്കാവുന്ന നിങ്ങളുടെ മോന് അറിയാം. നിങ്ങളുടെ മോനെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. അവൾ എവിടെയാ പോകുന്നതെന്ന് അറിയാം. ആരുടെ പോകുന്നതെന്ന് അറിയാം. എന്ത് പേരന്റാ നിങ്ങൾ. രാവിലെ യൂണിഫോം കൊടുത്തിട്ട് യൂണിഫോം കൊടുത്തിട്ട് വിട്ടോളൂ. വേറെ ഒന്നും അറിയണ്ട. ഇവർ ഈ വളം വെച്ചിട്ടുണ്ട് ഈ പിള്ളേരിങ്ങനെ മനസ്സിലാവുന്നത്. ഇവളൊക്കെ ഒരു ഒഴുകി വരുന്നത് അല്ലാതെ പഠിക്കാനൊന്നുമല്ല. എന്താണ് തോന്നി പഠിക്കുന്നത്? നിന്റെ തന്തയ്ക്ക് തന്നെ പേര് കാണും. എനിക്കില്ല. ചോദിക്കാനും ആരും ഇല്ലെന്നുള്ളതിന്റെ നിഗളിപ്പാ. ഇന്നവള് ക്ലാസ് സിനിമയ്ക്ക് പോയി. നാളെ ലോഞ്ച് ഈ പ്രായത്തിലുള്ള പേര് നോക്കി ജനിച്ചു സാർ ഉത്തരം പറയും. I expected this one. ഇവരൊക്കെ കാര്യങ്ങളാ. TC കൊടുത്തോണ്ട് പറഞ്ഞു പഠിപ്പിക്കുന്നതൊക്കെ. അങ്ങനെ TC ഒന്നും കൊടുക്കാൻ പറ്റില്ല. അടുത്ത മാസം പിള്ളേരെ പരീക്ഷ. എന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ സാറിനെ സാറിന് എന്നെ വിളിക്കരുത്. വേറെ ആരെയും വിളിക്കരുത്. ഇങ്ങനെ മാത്രം വിളിക്കരുത്. അത് ഇയാളെ കഴിഞ്ഞിരിക്കുക. ഓഹോ, അപ്പൊ താനുകൾ സപ്പോർട്ട് ചെയ്യണം. പിള്ളേരുടെ സാർ പറഞ്ഞു. പിള്ളേരുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിള്ളേരെ അത് പറഞ്ഞു മനസ്സിലാക്കാം. പിന്നെ എങ്ങനെയാ പെരുമാറുന്നത്? സാറേ ഇന്ന് മുഴുവൻ സാറിന് തല്ലി നമ്മൾ പുറത്തേക്ക് നടത്താറുണ്ടല്ലോ. നാളെ പിള്ളേരെല്ലാം പിന്നെ പിള്ളേരെ ജീവിക്കേണ്ടി വരും. മൊത്തം സീനായി. അടിച്ച് ഇനിയും എന്താ പ്രശ്നം? എടാ നീ ആദ്യം കൂളാവോ. പിന്നെ എന്താ ഉള്ളേ?
is not there in the class, I mean, they take the attendance, right? If there is not there in the class, they can directly call to the parents. I don't know, that kind of thing won't happen in the other schools. ഹൈസ്കൂളിൽ Obviously, there is an attendance sheet, right? സ്കൂളിൽ നിന്ന് പുറത്തു പോയത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൈയോടെ പിടികൂടുകയും ചെയ്തു. തെറ്റുകാരിയായി എൻ്റെ മകൾ ആഷ്കക്ക് മാപ്പ് നൽകി സ്കൂളിലേക്ക് തിരിച്ചെടുക്കുകയും The insult she is getting. Suicide. Oh my god. The movie starts somewhere and movie is going to another turnings. God. Done. What happened? ఇంత గొడవ అవుతుంది. టీసీ కన్ఫర్మ్. If something happens to anyone, it could be a big case there. You are like participating. They are not in their world. This was like a natural fight. The main culprit.
అండ్ సీన్ వచ్చేసి చాలా న్యాచురల్గా ఉంది, ఎందుకంటే ఆ ఫైట్ అండ్ స్టార్టింగ్ వచ్చేసి అయితే నేను ఎక్స్పెక్ట్ చేశానమాట. అంటే కొంచెం అక్కడ ఒక సార్ కూడా ఎక్స్ప్లెయిన్ చేశారు, సో నిన్నే ఎందుకు కొట్టారు అని. సో ఇట్స్ ఓకే, అదొక చిన్న ఫైట్, ఇట్స్ ఓకే, చిన్న అయిపోయింది. సో నెక్స్ట్ థింగ్ వచ్చేసి ఐ థాట్ దట్ గర్ల్ విల్ సుసైడ్ అనుకున్నా, బట్ నో, ఇట్స్ ఓకే, ఎక్స్పెక్టెడ్ దట్. అండ్ ఫైట్స్ని అయితే ఎక్స్పెక్ట్ చేయలేదు, సడన్గా వచ్చేసింది అసలు ఫైట్స్ని అయితే. నేను వాళ్ళు ఇంకా డ్రగ్స్లో ఉన్నారు, ఇప్పుడైతే పోలీస్ కేసే, ఇంకా అసలు ఏమైంది ఏంటో తెలియదు. సార్ ఇంకొక అబ్బాయి ఉన్నారు, వాళ్ళిద్దరికి హెడ్ ఒకటే పొజిషన్లో తాగింది. సో వాళ్ళిద్దరు అసలు ఏంటి ఉన్నారు, అసలు ఏమవుతుంది. స్టార్టింగ్ ఎక్కడో అయింది, ఒక ఎమోషనల్గా, ఐ మీన్ ఒక డిఫరెంట్ వేలో అయింది స్టార్టింగ్. సో బట్ అది అలా టర్నింగ్స్ అవుతూ మొత్తం ఒక డిఫరెంట్ వేలో వెళ్తుంది అసలు మూవీ అయితే. లెట్స్ సీ. సో నా రియాక్షన్ ఉంది, ప్లీజ్ కమెంట్ సెక్షన్ డ్రాప్ ఏ కమెంట్. సో లైక్, షేర్, సబ్స్క్రైబ్. Bye bye.